1.5 കിലോമീറ്റർ അപ്പുറം പോയിട്ട് കുട്ടികൾ ഡെയിലി വെള്ളം കൊണ്ടുവരണം. ഓരോ ദിവസം ഓരോ പീരീഡുകാർക്കാണ് ഇതിൻ്റെ ചുമതല വെള്ളം കൊണ്ടുവരാനുള്ളത്. പെൺകുട്ടികളാണ് വെള്ളം കൊണ്ടുവരേണ്ടത്. അതിന് നാട്ടുപ്രദേശത്താണെങ്കിൽ അങ്ങനെ തന്നെയാണ്, പെണ്ണുങ്ങളാണ് വെള്ളം കൊണ്ടുവരാനുള്ള ഡ്യൂട്ടി. ആണുങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ചുകൂടിയെങ്കിലും കിടക്കും. കുട്ടികൾ ഓടി വരുന്ന ഒരു രംഗമുണ്ട് ആ മൊമെന്റ്. അതെ, അത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ അത്രയും പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു പണിയാവും. ഇത് പകുതിയിട്ട് പോരാൻ തോന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് കുറേ പ്രാവശ്യം ഇത് ഫുള്ളാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ തട്ടപ്പുറത്തുള്ളൊരു വില്ലേജിൽ ഈ ഒരു സംഭവം ചെയ്ത സമയത്ത് ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും കുട്ടികളെ കൂടി എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഈ കിണറിൻ്റെ വർക്കിൻ്റെ ഫൈനൽ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നടന്ന് വന്നിട്ട് ഒരു കിണർ സ്കൂളിൽ ചെയ്തു ചോദിച്ചു. അപ്പോൾ ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് വെള്ളത്തിന് എന്തെങ്കിലും സോഴ്സ് കൊടുക്കുമല്ലോ, പൈപ്പ് ലൈനെങ്കിലും എന്തെങ്കിലും സംവിധാനം കൊടുക്കുമല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നും അവിടെ ഇല്ല. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ രാജ്യത്തിൻ്റെ കുറ്റം പറിച്ചിലായി പോകും. പക്ഷേ അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല ഇവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നുള്ളത്. കാരണം സ്കൂൾ കുറച്ചൊരു ഹൈറ്റ് കൂടിയ സ്ഥലത്താണ്. അപ്പോൾ ഓൾറെഡി